തിരുവോണ ദിനമാണ്. തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നേമം സഹകരണ ബാങ്കിലെ നിക്ഷേപകർ നിക്ഷേപം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ്, സർക്കാർ ഗ്യാരണ്ടി നടപ്പാക്കുക എന്നാവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു നിരാഹാര സമരം നടക്കുന്നത്. ചേട്ടാ, ഈ എന്താണ് സമരത്തിന്റെ കോഴ്സ്? ഒരു വർഷക്കാലമായി നിക്ഷേപ കൂട്ടായ്മയുടെ പേരിൽ നമ്മൾ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് 6ാമത്തെ തവണയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ ഈ നിക്ഷേപ കൂട്ടായ്മയുടെ പേരിൽ ഈ തിരുവോണ നാളിൽ ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ സമരത്തിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് സർക്കാർ ഗ്യാരണ്ടി നടപ്പിലാക്കണം. സർക്കാർ എല്ലാ സഹകരണ ബാങ്കുകളിലും ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്, സർക്കാർ ഗ്യാരണ്ടി. ആ സർക്കാർ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ട തുക നമുക്ക് തിരികെ തരാൻ സർക്കാർ തയ്യാറാകണം. പക്ഷേ ഇപ്പോൾ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. നിക്ഷേപകം തരാതെ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. നിക്ഷേപം നമുക്ക് തിരികെ തരാൻ നേമം ബാങ്കിലെ പ്രത്യേകിച്ചുള്ള ഇഷ്യൂ എന്താണ്? അവിടെ മാറി മാറി വന്ന സെക്രട്ടറിമാര്, ഒരു സെക്രട്ടറി തന്നെ 36 കൊല്ലം ആ ബാങ്ക് ഭരിച്ചതാണ് ഈ ബാങ്കിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. ഈ സെക്രട്ടറി അവിടെ പെൻഷൻ പറ്റിയിട്ടും തുടർന്നും ആ ബാങ്കിൽ ജോലി ചെയ്തു. പെൻഷൻ പറ്റിയ സെക്രട്ടറി വീണ്ടും 12 കൊല്ലം അവിടെ ഈ ഡയറക്ടർ ബോർഡ് അംഗമായി ഇരിക്കുകയും ആ സെക്രട്ടറിയുടെ റോള് കൈകാര്യം ചെയ്തതാണ് ഈ ബാങ്കിന്റെ തകർച്ചയ്ക്ക് കാരണം. 2 സെക്രട്ടറിമാരെ ജയിലിലടച്ചു. ഇനിയും പലരെയും AR രാജേന്ദ്രൻ എന്ന് പറഞ്ഞ 31 കോടി രൂപ കട്ടെടുത്ത ഒരു സെക്രട്ടറിയെ ക്രൈംബ്രാഞ്ച് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കൂടി ആവശ്യപ്പെട്ട് കൊണ്ടുകൊണ്ടുള്ളതാണ് നമ്മുടെ ഈ ഉപവാസ സമരം. എത്ര പേർക്ക് പൈസ കിട്ടാണ്? 1200 നിക്ഷേപകർക്ക്, 1200-ൽ പരം നിക്ഷേപകർക്ക് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ച അമ്മമാരുണ്ട്. ഈ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇരുന്ന് 50 ലക്ഷവും 60 ലക്ഷവും നിക്ഷേപിച്ച നിക്ഷേപകരുണ്ട്. അവരുടെയൊക്കെ നിക്ഷേപം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല അമ്മമാരുടെ മക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ വിവാഹങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പല അമ്മമാർക്ക് മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. നിവേദനങ്ങൾ പലതും കൊടുത്തു മുഖ്യമന്ത്രിക്കും അതുപോലെ സഹകരണ വകുപ്പ് മന്ത്രിക്കൊക്കെ കൊടുത്തിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, നിക്ഷേപ ഗ്യാരണ്ടി ബോർഡിൽ ഈ ബാങ്കിനെ ഉൾപ്പെടുത്തി താൽക്കാലിക ആശ്വാസമായി 5 ലക്ഷം രൂപയെങ്കിലും തന്ന് നമ്മളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപവാസ സമരമാണ് സംഘടിപ്പിച്ചിരുന്നത്. സർക്കാർ ഗ്യാരണ്ടി നടപ്പാക്കുക നിങ്ങൾ ആവശ്യത്തിന് സർക്കാർ ഗ്യാരണ്ടി ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാ സഹകരണ ബാങ്കുകളുടെ മുന്നിലും സർക്കാർ ഗ്യാരണ്ടി എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഈ സർക്കാർ ഗ്യാരണ്ടി എന്ന് വെച്ചേക്കുമ്പോൾ സർക്കാരാണ് ഇതിന് ഉത്തരവാദി. സഹകരണ ബാങ്കുകളുടെ മുന്നിലെല്ലാം ബോർഡ് വെച്ചേക്കുന്നത് സർക്കാർ ഗ്യാരണ്ടി, നിക്ഷേപകർക്ക് സർക്കാർ ഗ്യാരണ്ടി. ആ സർക്കാർ ഗ്യാരണ്ടി നടപ്പിലാക്കണം. ആ സർക്കാരാണ് നമ്മുടെ നിക്ഷേപത്തിന് ഉത്തരവാദി. അതുകൊണ്ട് സർക്കാർ നമുക്ക് എന്തെങ്കിലും ഈ ഇടപെട്ട് പാവപ്പെട്ട അമ്മമാർക്ക് നിക്ഷേപം തിരികെ തരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഒരു 10-22 വീടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഈ വെള്ളായണി ജംഗ്ഷനിലുണ്ട്. അവിടെ റെയിൽവേക്ക് എടുത്ത സ്ഥലം ഒരു 10-22 വീട് പോയിട്ടുണ്ട്. അവർക്കിപ്പോൾ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാനോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ കയറി കിടക്കാനോ ഒരു കൂര പോലും ഇല്ല. ആ അവസ്ഥയിലാണ് ഈ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെല്ലാം തട്ടിച്ച് അവിടെ അവരെ കൊണ്ട് ഇടിയിച്ചതാണ്. അവരിപ്പോൾ ആത്മഹത്യയുടെ വക്കോളമാണ് നിൽക്കുന്നത്. ഇതിനൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു അപേക്ഷയാണ്, ആജ്ഞാപിക്കല്ല, ഒരു അപേക്ഷയായിട്ട് കണക്കാക്കണം. ആ സർക്കാർ ഗ്യാരണ്ടി കണ്ടാണ് എല്ലാവരും കൊണ്ടുവന്ന് ഇട്ടത്. അത്രയും വിശ്വാസമുള്ള ഒരു സ്ഥാപനം, 10-40 വർഷം കൊണ്ട് അവിടെ ഉള്ളൊരു സ്ഥാപനമാണ്. ആ ഒരു വിശ്വാസം അവരെ കൊണ്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏത് സമയത്തും അവർ ഓരോരുത്തർ മണ്ണെണ്ണയായിട്ട് വരുന്നവരുണ്ട്, പെട്രോളായിട്ട് വരുന്നവരുണ്ട്. കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എത്ര വിവാഹങ്ങൾ മടങ്ങിപ്പോയിട്ടുണ്ടെന്നറിയും. ആ കെട്ടിടം തന്നെ തീടാൻ വേണ്ടിയിട്ട് വരെ ആൾക്കാർ ശ്രമിച്ച് വരുന്നുണ്ട്. അത് ഞങ്ങൾ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് തടഞ്ഞ് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കാശ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരും മടക്കി അയക്കുന്നത്. ഞാൻ വെള്ളായണി ജംഗ്ഷനിൽ താമസിക്കുന്ന ആ ബാങ്കിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത്രയും നാള് അവർ ഒരു ബുക്ക് അവിടെ വെച്ച് എഴുതുകയും വൈകിട്ട് പോകുന്ന സമയത്ത് ആ ബുക്കിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ഇങ്ങനെ ആയത്. അവിടെ ഇത്രയും കാലങ്ങൾ കൊണ്ട് ആഡിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ ഇവർ റിപ്പോർട്ട് കൊടുക്കാതെ ഇരുന്നിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അല്ല, ഈ ഗവൺമെന്റിനും ഇതിനോടൊപ്പമുള്ള എല്ലാവർക്കും ഇതെന്താണെന്നുള്ള അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ട് അവരത് ഒളിച്ചു വെച്ചുകൊണ്ട് ഈ ജനങ്ങളെ കൗളിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ പാവപ്പെട്ട അമ്മമാർക്ക് നിവൃത്തിയില്ല ജീവിക്കാൻ. നേമം സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ സമരമാണ്. അവരുടെ നിക്ഷേപ തുക തിരിച്ചു നൽകണം, സർക്കാർ ഗ്യാരണ്ടി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെയൊരു നിരാഹാര സമരം നടത്തുന്നത്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.